e4, e5, knight to no. ഈ വേരിയേഷൻ അത്ര ഇഷ്ടമല്ല. ഇതിനോട് എടുക്കുന്നതാക്കാൻ നല്ലത്. നോക്കിയാല് നല്ല കണ്ടോ എൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ മുകളിൽ പോവാണ്. ബ്രോ മിസ്സാക്കി. ബ്രോക്ക് സ്ട്രോങ് വില്ലുണ്ട്. ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ല. ക്വീനാടി തോറ്റിൻ്റെ എഴുതുന്നുണ്ട്. ഇനി എടുക്കുകയാണെങ്കിൽ നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്വീനോട് എടുക്കുന്നു. ജസ്റ്റ് ഇതിനൊന്ന് അറ്റാക്ക് ചെയ്യാം. കൊടുത്താലും കുഴപ്പമില്ല. ബിഷപ്പ് കൊണ്ട് എടുത്താലും നമ്മൾ ക്വീനോട് എടുക്കുന്നു. പക്ഷേ ബ്രോ എടുത്തില്ല. അതോ എനിക്ക് റുക്കിനെടുത്താൽ മതി എന്നോടാ. അപ്പോൾ അതാണോ ശ്രദ്ധിച്ചത്? എൻ്റെ ക്വീനിൻ്റെ അടുത്തൂടെ നിനക്ക് പിന്നെ എന്താ അത് കാട്ടണേ? എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കളിക്കണം. നമുക്ക് വൈറ്റ് സാധനമല്ല ഇല്ലാത്തത്. പേടിയാണ്. ഇങ്ങനെ വന്ന് നൈറ്റിനെ കൊണ്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. നമുക്ക് ഭയങ്കര പ്രോ ഈസ് ബ്ലണ്ടറിങ്. ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതാക്കാനാണ് പ്ലാന്. ഇതിനെടുക്കണോ? ഇതിനെടുത്തിട്ട് എന്താണ് കിട്ടാനാ? ഫസ്റ്റ് ചെറിയൊരു ക്ലീൻ്റെ ബ്ലെൻഡറാണ്. ഫസ്റ്റ് പോയൊരു നല്ല പണിയാണ് കിട്ടാൻ. ഇത് നമുക്ക് സിമ്പിളായിട്ട് തടയായി പോകണ്ട. ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. ചെയ്തു. നമ്മൾ വേറെ വഴി നോക്കേണ്ടി വരും. ചെക്ക്. ഈ സ്ക്വയർ കൂടെ എങ്ങനെയും കട്ട് ഓഫ് ചെയ്താൽ ഇത് ചെക്ക് മേറ്റ് ആവും. സ്ക്വയർ കട്ട് ഓഫ് ചെയ്യാൻ കുറച്ച് പണി. ട്രേഡ് ചെയ്യല്ലേ നല്ലത് ആണോ തോന്നണം. ഇനി അതറിയില്ലല്ലോ. റുക്കിനെ കൊണ്ട് എടുക്കുന്ന ഒന്നുകൂടി നല്ല കേട്ടോ. അറ്റാക്ക് ചെയ്യുന്നു. ഈ പോയിന്റ് എന്താ പോയിന്റ് എൻ്റെ എത്ര പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാത്തോ? അപ്പോൾ ഇത് ഇങ്ങനെ തോന്നും എനിക്കിതില്ലാന്ന്. ഇത് ചെക്ക് മേറ്റാണ്. അതിനെങ്ങനെ തടയാന്ന് എനിക്കെന്നെ അറിയില്ല. അടിപൊളി. ചിലത് ഇങ്ങോട്ട് ഫസ്റ്റ് കിട്ടിയാൽ ഇതാവും. കഴിഞ്ഞ കളിയിലാ ഞാൻ റിവ്യൂ നോക്കിട്ടോ. പക്ഷെ എന്താ വെച്ചാൽ അതിൽ പ്രത്യേകിച്ചൊരു ഇതില്ല. എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ഞാൻ ജസ്റ്റ് ഭയങ്കര ഓഫീസായിട്ടില്ല മിസ് ചെയ്തിട്ടില്ല. ഒരു കുറച്ചൊരു ഇടൻ ടാക്ടിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാണില്ല. ഒരു ക്വീനിനെ കൊടുത്തിട്ട് ഒന്ന് ക്വീനിനെ എടുക്കാതിരിക്കുക. അതിപ്പോൾ എന്ത് കാര്യം? എന്തായാലും എടുക്കൂലേ.